Namaste, welcome back to our channel, The Wheel of Fortune 7-7 Tarot. അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, ആഫ്റ്റർനൂൺ തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയാം. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും കേട്ടോ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണ്? ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെയധികം ഹേർട്ടാണ്. ഓക്കെ, ഈ ഒരു വ്യക്തി വളരെയധികം ഹേർട്ടാണ്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഫേസിലുമാണ്. അതായത് ഹേർട്ട് മീൻസ് ഈ ഒരു വ്യക്തി ഒരു പീരീഡ് ഓഫ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഒരു ഹാർഡ്ഷിപ്പിൻ്റെ എനർജീസിലാണ് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. യൂഷ്വലി ഇമോഷണൽ ലെവലിൽ ഈ ഒരു വ്യക്തി വളരെയധികം ലോ വൈബ്രേഷനിലായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ലോ എനർജിയിലാണ് എനിക്ക് ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു വ്യക്തി ലോട്ട് ഓഫ് കൺഫ്യൂഷനിലാണ് ഈ ഒരു ടൈമിൽ ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഈ ഒരു ടൈമിൻ്റെ എനർജീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഈസ് ലൈക്ക് ഐ തിങ്ക് സംതിങ് എന്തോ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഇൻറ്റൻസ് ആയിട്ട്. ബട്ട് ഇൻവെസ്റ്റ് ചെയ്ത കാര്യത്തിൽ ഒരു സക്സസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. മേ ബി അത് ഫൈനാൻഷ്യലി ആയിരിക്കാം. മേ ബി റീസെൻ്റ് ആയിട്ട് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഈ ഒരു വ്യക്തി പൈസ വല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവരാർക്കെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് ആ ഒരു വ്യക്തിയെ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു എനർജീസ് ആവാം. അല്ലെങ്കിൽ സംതിങ് ഈസ് റിലേറ്റഡ് ടു മണി റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം ഉണ്ടാവും ഇവിടെ. അതിൻ്റെ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മേ ബി റീസെൻ്റ് ആയിട്ട് ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വ്യക്തിക്ക് അതിലൊരു ബെനിഫിറ്റ്സ് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു എനർജീസ് ആവാം ആളുടെ കറണ്ട് എനർജിയിൽ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം പെൻറ്റാക്കിൾസിൻ്റെ എനർജീസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് ലൈക്ക് ഈ ഒരു വ്യക്തി ഇങ്ങനെ കത്തി ചൊളിച്ച് നിൽക്കാനൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞോളത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇവരുടെ ഫാമിലി ലൈഫിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ ഒരു ടൈമിൽ ഉള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറോ അല്ലെങ്കിൽ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീൽഡിലോ പ്രീസ്റ്റോ ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി എന്തോ ഒരു കാര്യത്തിൽ മേ ബി ഇവരുടെ ഫാമിലിയിലായിരിക്കാം അല്ലെങ്കിൽ കരിയറിലായിരിക്കാം ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും എഫോർട്ട് എടുത്തിട്ടുണ്ട് അവിടെ. പക്ഷേ എങ്കിൽ ആ ഒരു എഫോർട്ടിനൊന്നും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവത്തില്ലല്ലോ. ഐ ഡോണ്ട് നോ, എന്തോ ഒരു കാര്യത്തിൽ ഒരു വ്യക്തി നല്ല രീതിക്ക് ഒരു എഫോർട്ട് എടുത്തു, പക്ഷേ ആ ഒരു കാര്യത്തിൽ ആ ഒരു വ്യക്തിക്ക് ഒരു ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടില്ല. സോ അത് ഓർത്തിട്ട് ഈ ഒരു വ്യക്തി നല്ല ഡൗൺ ആണ്. വല്ലാണ്ടൊരു ഇവരിപ്പം ഫാമിലിയുടെ കൂടെ ആയിക്കോട്ടെ, അല്ലെ ജോലി ചെയ്യുന്ന ഒരു എനർജിയിലായിക്കോട്ടെ, എന്താണോ വല്ലാത്തൊരു ലോ വൈബ്രേഷനാണ് ഈ ഒരു വ്യക്തിയിൽ ഇരിക്കുന്നുള്ളത് ഇവിടെ. സംതിങ് ഈസ് റിലേറ്റഡ് ടു ഫാമിലി റിലേറ്റഡ് ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഒരു വ്യക്തിയുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് രാവിലെ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ്, വീട്ടുകാരുമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. സോ ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫാമിലിയാണ്. പക്ഷേ എങ്കിൽ എത്രമാത്രം ഈ ഒരു വ്യക്തി ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് അത്രമാത്രം ഈ ഒരു വ്യക്തിക്ക് അത് കിട്ടുന്നില്ല. ഒരിക്കലും ഈ ഒരു വ്യക്തിയുടെ ഫാമിലി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇവർക്കൊരു ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഇവരൊരു മനുഷ്യനാണ്, ഇവർ എക്സാക്ട്ലി എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഇവരുടെ ഫാമിലി മനസ്സിലാക്കുന്നില്ല. അല്ല, ആ ഒരു എനർജീസ് ആണ്. ലൈക്ക് ഒരു വ്യക്തി ഫാമിലിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു, ഒരു വ്യക്തി ആ വീട്ടിലുള്ള മനുഷ്യരോ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ആ ഒരു വ്യക്തികൾക്കോ ഇവരെ മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. എക്സാക്ട്ലി ഇവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഈ ഒരു വ്യക്തിയുടെ ഫാമിലിക്ക് മേ ബി മനസ്സിലാവുന്നുണ്ടാവില്ല. ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു കണക്ഷനിലാണെങ്കിൽ പോലും കറൻ്റ്ലി ഇവരുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് 3Dയിൽ ഇവരുടെ ലൈഫ് ഒത്തിരി നന്നായിട്ടൊന്നും അല്ല പോകുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാത്തതും കോൺടാക്ട് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇല്ലേ, ആ ഒരു എനർജി സ്റ്റക്നെസ്സിനെയാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ. ഇവിടെ ബോട്ടംസിൽ നമുക്ക് ഡെവിലിൻ്റെ കാർഡ് കാണാൻ പറ്റും. എല്ലാ നെഗറ്റീവ് കാർഡ്സും ഒരുപോലെ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര പക്ക കാർമിക്കാണ്. ഓക്കെ, ഇവർക്ക് കർമ്മയാണ് ഈ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കർമ്മയാണ് ഈ ഒരു ടൈമിലും
നടന്നുകൊണ്ടിരിക്കുന്നത്, തൊണ്ട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, എന്താണെന്നറിയില്ല. ആൻഡ് ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് നല്ല ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണം, നിങ്ങളോട് കോൺടാക്റ്റിൽ വരണം എന്നൊക്കെ ഈ ഒരു വ്യക്തിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർക്ക് അതിന് പറ്റുന്നില്ല. മനസ്സിലായോ? ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബിക്കോസ് ഓഫ് ദെയർ ഫാമിലി. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇവിടെ ബൗണ്ടറി നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറൊരു റീസണും ഉള്ളതായിട്ടൊന്നും എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഫാമിലി, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫാമിലിയാണ് ഈ ഒരു വ്യക്തിയുടെ. സോ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഡിലേ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു റീസണും ഫാമിലി തന്നെയാണ്. അതർവൈസ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ കാണാം ഈ ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ടും. നിങ്ങളെ തന്നെ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഈ ഒരു വ്യക്തിക്ക്. ഇവർ അത് മാത്രമല്ല, ഇവർ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളൊരു പേടി ഇവരുടെ മനസ്സിലുണ്ട്. ലൈക്ക് നിങ്ങളിനി വേറെ ആരുടെയെങ്കിലും കൂടെ മൂവ് ചെയ്ത് പോയോ, നിങ്ങൾക്ക് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നോ, നിങ്ങളുടെ ലൈഫിൽ എന്താണ് എക്സാക്ട്ലി നടക്കുന്നതെന്നൊരു ഐഡിയ ഇല്ല ഈ ഒരു വ്യക്തിക്ക്. ഓക്കെ, കാരണം നിങ്ങൾ മൊത്തത്തിൽ എല്ലാമേ ബൗണ്ടറിയിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങളും ഓൾറെഡി ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഒത്തിരി അധികം. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നൊന്നും നിങ്ങൾ ഈ ഒരു വ്യക്തി അറിയിക്കുന്നില്ല. മൊത്തത്തിൽ എല്ലായിടത്തും ഒരു ബൗണ്ടറിയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ലിറ്ററലി ഒരു നോ കോൺടാക്ട് റൂളിലേക്ക് പോയിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ നോ കോൺടാക്ട് റൂളിനെ നിങ്ങൾ ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. നോ കോൺടാക്ട് റൂളൊന്നും അല്ല, നോ കോൺടാക്ട് ഫുള്ളും നോ കോൺടാക്ട്, ഒരു വിവരങ്ങളും അറിയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയെ വെച്ചേക്കുന്നത്. ലൈക്ക് നീ എൻ്റെ ഒരു കാര്യം അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ആൻഡ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് വല്ലാത്തൊരു ഡൗൺ ആണ്. ഇത് കണ്ടില്ലേ, സ്ലീപ്ലെസ് നൈറ്റാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ലൈക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്നും അറിയത്തില്ല. ഇവരുടെ ഫാമിലി കാരണം കൊണ്ട് ഇവർക്കൊരു സമാധാനവും ഇല്ല, ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരവസ്ഥ. അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരവസ്ഥ. അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജിയാണ് ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. സോ നിങ്ങളുടെ അടുത്തേക്കൊരു കണക്റ്റ് ആവണം, നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ ഇനി പുതിയൊരു വ്യക്തി വന്നിട്ടുണ്ടോ, നിങ്ങൾ മൂവ് ചെയ്തോ ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഒരു കാര്യം മാത്രമേ അറിയാം, നിങ്ങൾ ഭയങ്കരമായിട്ടും സ്ട്രോങ് ആയി. പണ്ടത്തെ പോലൊന്നുമല്ല. പണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് തന്നെ ഒരു എസ് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യാൻ നിൽക്കുന്നത് വലിയൊരു റിസ്ക് ആണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. കാരണം ഇവർ ഓൾറെഡി നിങ്ങളോട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എനർജിയിൽ നിങ്ങൾ പഴയതുപോലത്തെ ഒരാളല്ല, നിങ്ങൾ ഒത്തിരി മാറിപ്പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിലായി ലൈക്ക് നിങ്ങളുടെ അടുത്ത് ആ പഴയ ഒരു ഗെയിം പ്ലാനും സ്ട്രാറ്റജിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും വർക്കൗട്ട് ആവില്ല എന്ന്. സോ എല്ലാം കൊണ്ടും ചിന്തിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് ഭ്രാന്താവുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. മൊത്തത്തിലെല്ലാം ഒരു ഇല്യൂഷൻ പോലെയാണ് ഈ ഒരു വ്യക്തിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഫോട്ടോസൊക്കെ നോക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കാരണം ഇവർക്ക് റീസെൻ്റ് ആയിട്ട് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മയാണ് ഈ ഒരു വ്യക്തി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, അതൊരു കാര്യമാണ്. ഇനിയിപ്പം ചില ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടും അഡ്മയർ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ഇവർ വിചാരിക്കുന്നുണ്ട് ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നത് പോലും ഈ ഒരു വ്യക്തിയുടെ നല്ല കർമ്മയുടെ ഭാഗമായിട്ടാണെന്നാണ് ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത്. നിങ്ങളെപ്പോൾ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇവർക്ക് അതിനുള്ള യോഗമില്ല. ഇവരുടെ കറൻ്റ്ലി ഇവരുടെ കാർമിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കാർമിക്കുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ടും ഗ്രോ ചെയ്യുന്നു, നിങ്ങൾ കരിയറിൽ ഫോക്കസ് ആവുന്നു, ഭയങ്കരമായിട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ലൈക്ക് നിങ്ങൾ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ ലുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഒത്തിരി അധികം ചേഞ്ച് ആയി, നിങ്ങൾ ഒത്തിരി അധികം മാറി. സോ ആ ഒരു എനർജിയാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഗ്ലോ അപ്പിൻ്റെ പിന്നിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് ആരോ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഗ്ലോ ആയിട്ടിരിക്കുന്നതെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഗ്ലോ അപ്പിന് പിന്നിൽ ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം, പുതിയ റിലേഷൻ വല്ലതും ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇത്ര ഗ്ലോ അപ്പ് ആയിട്ടിരിക്കുന്നതെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങളുടെ ഗ്ലോ അപ്പിൻ്റെ പിന്നിൽ ആരുമില്ല. ഓക്കെ, നിങ്ങൾ ഇറ്റ് സെൽഫാണ്. കാരണം നിങ്ങളിപ്പം നിങ്ങളുടെ തന്നെ ഒരു കംപ്ലീഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിനി ആരും വേണ്ട, ആരും ഇല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്മിറ്റ്മെൻറ്റും സ്റ്റെബിലിറ്റിയും ഓഫർ ചെയ്ത് വേറെ ആരോ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത്രയും ഗ്ലോ അപ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്ലോ അപ്പാണ് ഈ ഒരു ടൈമിലെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ശരിക്കും ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും
ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇവർ വിചാരിച്ചു ഈസി ആയിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ചെയ്യാം, ഇവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല എന്നൊക്കെയായിരുന്നു ഈ ഒരു വ്യക്തി വിചാരിച്ചിരുന്നത്. പക്ഷേ എങ്കിലും അത് പറ്റുന്നില്ല ഈ ഒരു ടൈമിൽ. മനസ്സിലായി? ഇവർ ഭയങ്കരമായിട്ടും നിങ്ങൾ ഇവരുടെ മൈൻഡിൽ ഒത്തിരിയധികം ഉണ്ട്. 24/7 നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട്. അതായത് ഇവർ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ എന്താ ഓവർ തിങ്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് റീയൂണിയൻ ചെയ്യണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ ഒരു കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി വേണം, ഇതിനെ ഒന്ന് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരണം എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. സ്ട്രെങ്ത് ഉണ്ടാവണം ഈ ഒരു കണക്ഷൻ എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷേങ്കിലും ഇവർ മാക്സിമം ഇവർ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് അതിന് പറ്റുന്നില്ല ഈ ഒരു ടൈമിൽ. പണ്ടത്തെ പോലല്ല, ഇപ്പോൾ ഇവർക്ക് ഒട്ടും പറ്റുന്നില്ല. ഇവരുടെ ഇമോഷൻസിനെ പിടിച്ചു വെക്കാൻ വേണ്ടി ഇവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മൈൻഡിൽ എന്താണെന്നറിയോ, ഇപ്പം തന്നെ നിങ്ങളിലേക്ക് ഓടി വന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേങ്കിൽ ഇവർക്ക് ഓൾറെഡി അറിയാം ഇവരെല്ലാം മെസ്ഡ് അപ്പ് ചെയ്തു. സോ ഇതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അത് പറ്റൂല എന്ന് ഈ ഒരു വ്യക്തിക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇവർ കുറച്ചുകൂടെ ടൈം എടുക്കും കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ. കാരണം ഇവർ വിചാരിക്കുന്നത് ഇവരുടെ മൈൻഡിൽ ഇവരുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു വ്യക്തിയോടുള്ള ഒരു ദേഷ്യങ്ങളും ഒക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഒരു ഇൻറ്റൻഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവരും ഇവിടെ നിങ്ങളുടെ ആ ഒരു വ്യക്തി വന്നാൽ പോലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. കാരണം നിങ്ങൾ ഓൾറെഡി ഈ ഒരു എനർജിയിലാണ്. മനസ്സിലായോ? സോ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലാണ്. സോ ഈ ഒരു എനർജി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് ഡസൻ മാറ്റർ നിങ്ങൾ മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ജെൻഡർലെസ് ആണ് റീഡിങ്സ്. സോ ഈ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്പെസിഫിക് വ്യക്തിയുടെയും ആവശ്യമില്ല അവരുടെ ലൈഫിൽ. ഓക്കെ, ഒരു മനുഷ്യൻ്റെയും ആവശ്യം ആ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം അവരിൽ കംപ്ലീറ്റഡ് ആണ്. പിന്നെ എന്തിനാ വേറൊരു വ്യക്തിയുടെ ആവശ്യം? ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ആവശ്യം ഒരു വ്യക്തിക്കില്ല. സോ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. സോ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അവർ ഈ ഒരു കണക്ഷനിൽ ബാലൻസ് വേണോ വേണ്ടയോ എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. ലൈക്ക് ഇവർക്ക് നന്നായിട്ട് ഉള്ളിൽ നിന്ന് ആഗ്രഹമുണ്ട് ബാലൻസ് ചെയ്യണം ഈ ഒരു കണക്ഷനിൽ, പക്ഷേ എങ്കിൽ ഇവർക്കത് പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങളോട് എന്താണോ ചെയ്തത് അതിനുശേഷം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഫേസിൽ ഒന്ന് നോക്കാൻ പോലുള്ള ധൈര്യം ഇല്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. കാരണം ഈ ഒരു കണക്ഷൻ വേണ്ടാന്ന് പറഞ്ഞു പോയത് ആ ഒരു വ്യക്തി തന്നെയാണ്. മനസ്സിലായോ? ആ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു കണക്ഷൻ വേണ്ടാന്ന് പറഞ്ഞു പോയത്, നിങ്ങളല്ല ഒരിക്കലും പോയത്. ഇവിടെ ഈ ഒരു വ്യക്തിയെ നോക്കുവാണെങ്കിൽ ഇവരാണ് ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ അപ്പം ഇവരാണ് ഈ ഒരു കണക്ഷൻ വേണ്ടാന്ന് പറഞ്ഞു പോയത്, നിങ്ങളല്ല ഒരിക്കലും. സോ ഈ ഒരു വ്യക്തി പക്ഷെ ഇവരുടെ മനസ്സിലുണ്ട് ഈ ഒരു കണക്ഷനിൽ ഒരു എഫോർട്ട് ഇടണം, കണക്റ്റ് ആവണം ഇവർ ആഗ്രഹമുണ്ട്. ഇവരുടെ ലൈഫിൽ രാഹു ദിശ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാഹുവിൻ്റെ എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ തരത്തിലും നല്ല സ്ട്രഗിൾസ് ആണ്. ഫാമിലി ലൈഫിൽ കരിയറിലൊക്കെ നല്ല സ്ട്രഗിൾസ് ഉള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇവർക്ക് വേണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം, പക്ഷേ ഇവർ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ മൈൻഡിൽ ഒത്തിരി ഓവർ തിങ്കിങ്സ് ഉണ്ട്. സോ ഈ ഒരു ഓവർ തിങ്കിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. മനസ്സിലായി? ഇവരുടെ ഓരോ സ്റ്റെപ്സുകളും ഓഫ്കോഴ്സ് ഇവർ ഭയങ്കര ഡിലേ ആണ് ആക്ഷൻസ് എടുക്കുന്നതിൽ. ആലോചിച്ച് കണ്ട് പിറകെ പതിയെ ആയിരിക്കും ആക്ഷൻസ് എടുക്കുന്നുണ്ടാവുക. പക്ഷേ ഇവർ ആക്ഷൻസ് എടുത്ത് വരുമ്പോഴേക്കും കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ടുണ്ടാവും. പിന്നീട് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു സിറ്റുവേഷൻസ് ലൈക്ക് എല്ലാ ഒരു വ്യക്തികൾക്കും ആവശ്യമുള്ള ടൈമിലാണ് ഇതൊരു വ്യക്തി ആവശ്യം. ഇതൊരു ഫാക്റ്റാണ്. നിങ്ങൾക്കത് എന്ത് വിചാരിക്കും എന്ന് എനിക്കറിയില്ല. ഓ മൈ ഗോഡ്, ഇവിടെ 888 എനർജീസ്, രാഹുവിൻ്റെ സ്ട്രോങ് എനർജീസ് ആണ് നിങ്ങളുടെ സ്പെസിഫിക് വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്തത്. രാഹുവിൻ്റെ എനർജി നല്ല രീതിക്കുണ്ട്. അതുകൊണ്ട് നല്ല രീതിക്ക് റിലേഷൻഷിപ്പിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായിട്ടും ഓവർ തിങ്കിങ്സ് ഒക്കെ വരുന്നത് രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇവിടെ കേതുവിൻ്റെ എനർജീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, രണ്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്കാണെങ്കിലും കൂടുതലായിട്ടും രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് എനിക്കിവിടെ കാണാം. രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾക്കൊന്നും ശരിയാവത്തില്ല ലൈഫിൽ അല്ലേ. ഭയങ്കരമായിട്ടും ഒരു രാഹു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് 8th പൊസിഷനിലാണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും ഇഷ്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ 8 ഇൻഫിനിറ്റിയാണ് കാണിക്കുന്നത്, അബൻഡൻസിനെയും സക്സസിനെയാണ് കാണിക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെ എനിക്കൊരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് ഫീൽ ചെയ്ത ഒരു 8 എനർജീസ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു പുതിയ തുടക്കം ലൈഫിൽ വേണമെങ്കിൽ പോലും ഒത്തിരി എഫോർട്ടുകൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇടേണ്ടതായിട്ട് വരും. എന്ത് കാര്യമായിക്കോട്ടെ, അത് ഏത് ഫീൽഡ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒത്തിരി അധികം എഫോർട്ട് ഇട്ട് കഴിഞ്ഞാലായിരിക്കും ഈ ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. സോ അങ്ങനത്തെ എനർജിയാണ് ഇവിടെ ഈ ഒരു വ്യക്തിയിൽ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഏതൊരു ബന്ധമാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള സമയത്താണല്ലേ അതിൻ്റെ ആ ഒരു വ്യക്തിയുടെ ആവശ്യം, നമുക്ക് അവരെ ആവശ്യമുള്ള ഒരു സമയത്താണല്ലേ.
ഇനി ആവശ്യം കഴിഞ്ഞ് എന്താ പറയുക, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് വിശപ്പുള്ള സമയത്താണ് ആഹാരത്തിൻ്റെ ആവശ്യം അല്ലേ. വിശപ്പ് കഴിഞ്ഞതിന് ശേഷം വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരാൾ ഒരു 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 ഇച്ചിരി ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ഇവിടുത്തെ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ. നിങ്ങൾ ഓൾറെഡി ഈ ഒരു വ്യക്തിയോടുള്ള ഒരു ക്രേവിങ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞു. ഓൾറെഡി നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു സ്പാർക്ക് പോയി, നിങ്ങൾക്ക് ഇവരോടുള്ള ഇഷ്ടം, ആ ഒരു കോ ഡിപ്പെൻഡൻസി, ആ ഒരു ഇമോഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി അത് കഴിഞ്ഞു പോയി. മനസ്സിലായോ? അതിനുശേഷം ഇതിന് ശേഷമാണ് ഈ ഒരു വ്യക്തി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പലരും ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ഈ ഒരു വ്യക്തിനെ. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ഒരു അഡിക്ഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവർ വേണം എന്നൊന്നും ആഗ്രഹമില്ല. ഇനിയിപ്പോൾ വന്നാൽ തന്നെ നിങ്ങൾ ആകെപ്പാടെ ആഗ്രഹിക്കുന്നത് ഒരു സോറിയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റോ ഒരു മാരേജോ അങ്ങനെയുള്ളൊരു എഫോർട്ടോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും അതൊരു ഗസ്റ്റ് റോളിൽ മാത്രമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അതിൽ കൂടുതലൊരു സ്റ്റെബിലിറ്റിയിൽ ഒരു വ്യക്തി നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, നിങ്ങൾ ഓൾറെഡി ആവശ്യമുള്ള സമയത്ത് ഈ ഒരു വ്യക്തി അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലെസൺ ലേൺ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റീവാണ് നിങ്ങളുടെ ഹാർട്ടിനെ ഉദ്ദേശിച്ച്. നിങ്ങളിനി ഒരിടത്തും പോയി ഹേർട്ട് ആവില്ല. ഇനി ഞാൻ ആരുടെയും അടുത്തും പോയി കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് ഡിസേർവ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി ഞാൻ എന്തെങ്കിലും കൊടുക്കുകയുള്ളൂ. അതല്ലാതെ ഡിസേർവ് ചെയ്യാത്ത ഒരു വ്യക്തിക്കും എൻ്റെ സ്നേഹവും കെയറും ഒന്നും കൊടുക്കത്തില്ല എന്ന് നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റോ ഒരു പ്രൊപ്പോസലോ ഒരു സ്റ്റെബിലിറ്റിയോ തരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആവുന്നതും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതും ഒക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ടൈമിലായിരിക്കും എന്നാണ് എനിക്കിവിടെ കാണുന്നത്. മനസ്സിലായോ? നിങ്ങൾ തന്നെ ഷോക്കായി പോവും. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നത് എന്ന് നിങ്ങൾ തന്നെ ഷോക്കായി പോവും. നിങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ് രണ്ടുപേരും. എൻ്റെ വ്യൂസ് അക്സെപ്റ്റ് ചെയ്യൂ ഈ ഒരു വ്യക്തി തിരിച്ചു വന്നാലും. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഇഷ്ടമാണ്. ഇഷ്ടമല്ലായിരിക്കുമൊന്നുമില്ല. കുറച്ച് പേര് ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു കണക്ഷനുമായിട്ട് ഭയങ്കരമായിട്ടും അഡിക്ഷനിലൊക്കെ പോയിട്ട് ഡിപ്രഷൻ്റെ ഫേസിലൊക്കെ പോയി ഭയങ്കരമായിട്ടും നിങ്ങൾ ഒത്തിരി സഫർ ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ ഈ റീഡിങ് കാണുന്നത്. നിങ്ങളെന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യൂല എന്നാണ് എനിക്കിവിടെ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി സഫർ ചെയ്തു. ഈവൻ ദോ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു സഫറിങ്ങിന് നിങ്ങൾ വെളിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആകെപ്പാടെ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളോട് ജസ്റ്റ് ഒരു സോറിയെങ്കിലും പറയണം എന്നാണ്. അതാണ് ആഗ്രഹിക്കുന്നത്, ജസ്റ്റിസ് യൂണിവേഴ്സിൽ നിന്ന്. അതല്ലാതെ ഇവർ തിരിച്ചു വരണം, നിങ്ങളെ മാരേജ് ചെയ്യണം, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം, സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യണം, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു ടൈം നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കത് ആവശ്യമില്ല. സോ ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ വർത്ത് എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണ് എന്നുള്ളത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താണെന്നുള്ളത് എല്ലാത്തിനും ഉപരി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതിനുശേഷം നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു പെയിൻ സഫർ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി അല്ല എന്നാണ് എനിക്കിവിടെ കാണുന്നത്. കാരണം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ. ഈ ഒരു വ്യക്തി പലപ്പോഴും മിക്സ്ഡ് സിഗ്നൽസ് ഒക്കെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ലൈക്ക് ഇവർ സ്റ്റേബിളായിട്ട് ഇവരൊരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്താണ് എക്സാക്റ്റ് ഇവർ നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമൊന്നും ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ശരിക്കും ഈ ഒരു നിങ്ങളിപ്പം ആകെപ്പാടെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നു, നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കിയിരിക്കുന്നു. ലൈക്ക് നിങ്ങൾ ഭയങ്കരമായിട്ടും ഐ ഡോണ്ട് നോ ഗൈസ്, നിങ്ങൾ എത്ര ഗ്ലോയപ്പിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഒത്തിരി ഗ്ലോ ചെയ്തിരിക്കുകയാണ്. ലൈക്ക് ഈ എംപ്രസിൻ്റെ എനർജി കണ്ടോ? എംപ്രസിൻ്റെ എനർജി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ് നമ്മുടെ ഡെക്കിൽ എംപ്രസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു എംപ്രസിൻ്റെ എനർജി ഡിവൈൻ ഫെമിനൻ എനർജിയാണ്. സോ ഈ ഒരു എംപ്രസിൻ്റെ എനർജിയിലാണ് നിങ്ങളിവിടെ ഈ ഒരു ടൈമിൽ ഇരിക്കുന്നുള്ളത്. അപ്പം ഈ ഒരു കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങളുടെ എനർജീസിനെ ബാലൻസ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, നിങ്ങളുടെ എമോഷൻസിനെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ആവശ്യത്തിൽ കൂടുതൽ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ കേൾക്കുന്നു. ആൻഡ് ഇത് എന്താ പറയുക, ഐ ഡോണ്ട് നോ, നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾ അബൻഡൻ്റ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ നല്ല ഫെമിനിറ്റി വന്നിട്ടുണ്ട്. സോ ഈ ഒരു എനർജീസ് ഒക്കെ എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇതൊരു നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കമാണ്. അതായത് നിങ്ങളുടെ ഓൾഡ് പാറ്റേൺസിനെയും കാർമിക് ബാഗേജസിനെയും ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്തു മൊത്തത്തിൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ എഴുതിയെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതായത് ഏതൊരു പെൺകുട്ടിയും ഏതൊരു മനുഷ്യൻ അത് പെണ്ണാവണം, ലൈക്ക്
കുട്ടിയാവണം എന്നൊന്നുമില്ല, ഏതൊരു ഏജിലും നമുക്ക് നമ്മളുടെ സ്റ്റോറി റീറൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ മാരീഡ് ആണ്, മക്കളുണ്ട്, ഇത്ര ഏജ് ആയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് സ്റ്റോറി റിട്ടേൺ ചെയ്യാനാണ്, ഇനി എൻ്റെ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ, ഇതിവിടെ പോയി എന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ ഒരു റീഡിങ് കാണുന്നത്. അങ്ങനല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റോറീനെ ഏത് ടൈമിൽ വേണമെങ്കിലും റിട്ടേൺ ചെയ്യാം. നമുക്ക് നമ്മുടെ ലൈഫിനെ ഏത് ടൈം വേണമെങ്കിലും റീറൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്താണല്ലോ ഓരോരോ തുടക്കങ്ങൾ വരുന്നത് അല്ലേ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ റീറൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നെക്സ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ലൈക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം തന്നെ അറിയാം, നിങ്ങളുടെ കർമ്മ ക്ലിയർ ആയി, നിങ്ങളുടെ കാർമിക് ഫേസ് എല്ലാം എൻഡായി, ഒരു വ്യക്തിയായിട്ടുള്ള കണക്ഷൻ ഉണ്ടായി, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു കർമ്മയായിരുന്നു, അത് ക്ലിയർ ആയി എന്നൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞു. പക്ഷെ പുതിയൊരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ നിങ്ങളോട് കൂടിയുള്ളൊരു തുടക്കമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ലൈക്ക് നിങ്ങൾ പുതിയൊരു ലൈഫ് നിങ്ങൾ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ എൻ്ററിന് ശേഷം. നിങ്ങൾ ഒത്തിരി അധികം മാറി, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി അധികം ചേഞ്ചസ് വന്നു. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായി എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളിൽ നിന്നും ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് വേണ്ടത് എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് നിങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അതാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. ഇത് കണ്ടില്ലേ, നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആണ് ഗൈസ്. ക്യൂൺ ഓഫ് വാൻസിൻ്റെ എനർജീസ്, ഒരു മിനിറ്റ്, ക്യൂൺ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജീസ്. ഇത് ക്യൂൺസിൻ്റെ എനർജീസ് ഒക്കെ വരുമ്പോൾ ഒരു ഡെക്കിൽ എത്ര സ്ട്രോങ് ആണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു ടൈം കഴിഞ്ഞു ഓൾറെഡി. നിങ്ങൾ ആ ഒരു ഹേർട്ടായിട്ടുള്ള ഒരു ഇര കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങളിപ്പോൾ ഫുള്ളി ഫോക്കസ്ഡ് നിങ്ങളുടെ കരിയറിലും മണിയിലുമാണ്. നിങ്ങൾക്ക് പൈസ വേണം, നിങ്ങളുടെ കരിയർ സെറ്റ് ആക്കണം, നിങ്ങൾക്ക് ഒത്തിരി യാത്ര പോകണം എന്നൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇവർ നിങ്ങളെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നത്, നിങ്ങളുടെ വർത്തും വാല്യൂ മനസ്സിലാക്കുന്നത്. സോ ഇവരിനി നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണ്, ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ ജസ്റ്റ് ഒരു എന്താ പറയുക, നിങ്ങളുമായിട്ട് ഇപ്പം നിൽക്കുന്ന ആ ഒരു എനർജിയിൽ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നല്ല, പക്ഷേ ഇവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വളരെ പ്രീഷ്യസ് ആണെന്ന് ഓൾറെഡി ഈ ഒരു വ്യക്തിക്ക് അറിയാം. കാരണം നിങ്ങളെപ്പോഴും നിങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇവരുടെ ലൈഫിൽ, വേറെ ആരും ഇല്ല. സോ ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് ദേ ലോസ്റ്റ് ഡയമണ്ട് എന്ന് പറയുന്നത് പോലെ ഐ ഡോണ്ട് നോ, ഭയങ്കരമായിട്ട് തൊണ്ട വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് ഈ ഒരു വ്യക്തിയിൽ. നിങ്ങളും ഒരു വ്യക്തി ഒരുമിച്ച് ജോലി ചെയ്യുന്നതായിരിക്കും മേ ബി. 10 ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. 333 888. യെസ്, ഓൾ സൈൻസ് അവൈലബിൾ ആണ് കേട്ടോ. ക്യാൻസർ, സ്കോർപിയോ, പൈസസ് ആക്റ്റീവ് ആണ്. ടോറസ്, വിർഗോ ആൻഡ് കാപ്രിക്കോൺ ആക്റ്റീവ് ആണ്. ലിറ്റിൽ ബിറ്റ് ബാക്കിയുള്ള സയൻസുകളും ആക്റ്റീവ് ആണ്, ഫയറും എയറും ഒക്കെ കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ എർത്തും വാട്ടറും ആണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. എർത്ത് നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്, വാട്ടർ ഇമോഷൻസിനെയാണ്, ബാലൻസിങ് എനർജീസിനെയാണ്. അതായത് രണ്ട് എനർജീസും ബാലൻസ്ഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ ഈ റീഡിങ്ങിൽ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ. സോ യെസ് ഗൈസ്, യെസ്, നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കമ്മിറ്റ്മെൻറ്റ് തരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരെ സീക്രട്ടീവായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ടൈമിലും. ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പക്ഷെ ഇവർ ഈ ഒരു കാര്യത്തിനെ ഹൈഡ് ചെയ്ത് വെക്കുക, അത് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നല്ല ഡൗൺ ആണ് ഇവർ, ഐ ഡോണ്ട് നോ, പക്ഷെ നല്ല ഡൗൺ ആണ് ഇവർ വ്യക്തി, ലോ എനർജിയിലാണ്. ഇവർക്കിപ്പം ഇവർ നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവർ ഭയങ്കരമായിട്ട് ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇവർ മൂവ് ചെയ്ത് പെട്ടെന്ന് പോകുമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ ഇവരെ ഇപ്പം മൂവ് ചെയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. നിങ്ങൾ മൂവ് ചെയ്തു ഓൾറെഡി. സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലാണ് ഇവർ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈമിൽ. സ്പിരിച്വൽ അവേക്കനിങ്, ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് ഈ ഒരു വ്യക്തിയിൽ. ഇത് കണ്ടില്ലേ, മേബി നിങ്ങൾക്ക് ഈ ഒരു എനർജീസൊക്കെ സെൻസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് മുന്നോട്ടുള്ള ടൈമിൽ. നിങ്ങൾ ഈ ഒരു എനർജിയൊക്കെ സെൻസ് ആക്കും. ഇത് കണ്ടില്ലേ, കോഡിപ്പെൻഡൻസി, വളരെ കോഡിപ്പെൻഡൻസി ഉണ്ട് ഈ വ്യക്തിക്ക്. സോ ഗൈസ്, നിങ്ങൾ മസ്റ്റായിട്ടും ജേർണൽ എഴുതാൻ ശ്രമിക്കുക.
ബിക്കോസ് ഈ ഒരു വ്യക്തി ഒരു നെഗറ്റീവ് എനർജി ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ആ നെഗറ്റിവിറ്റീസിനെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ തോട്ട്സുകളും കാര്യങ്ങളും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് അത് എഴുതിയിട്ട് കത്തിച്ച് കളയാൻ ശ്രമിക്കുക കേട്ടോ. കൂടുതലായിട്ട് നിങ്ങൾ ഇവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് അവർ നിങ്ങളുടെ എനർജി സക്ക് ചെയ്ത് അവർ പോസിറ്റീവ് ആവാനേ ശ്രമിക്കുന്നുണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ എനർജി ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നിങ്ങളെ വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞു പോയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളെപ്പോഴും നിങ്ങളെ സ്നേഹിക്കുക. ബിക്കോസ് റൈറ്റ് വൺ വിൽ ഓൾവേസ് സ്റ്റേ റൈറ്റ്. അതെന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അല്ലേ, ഏതൊരു റിലേഷൻഷിപ്പിലാണ് പ്രശ്നങ്ങളില്ലാത്തത്, പക്ഷേ റൈറ്റ് വൺ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് എടുക്കും. പിന്നെ അതുപോലെ തന്നെ ആരും എന്തൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശരിക്കും കൃഷ്ണൻ്റെ കളർ എക്സാക്ട്ലി എന്താണ് എന്നുള്ളത്. സി ഗൈസ്, കൃഷ്ണൻ്റെ യഥാർത്ഥത്തിലുള്ള കളർ ബ്ലാക്ക് ആണ്. ഐ തിങ്ക് ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട്, മഹാഭാരതത്തിലൊക്കെ ആണെങ്കിലും ഭഗവത്ഗീതയിലൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ട് ഡാർക്ക് സ്കിൻ ടോൺ ആണെന്നാണ് പറയുന്ന ആൾ. ബട്ട് ഐ ഡോണ്ട് നോ, നമ്മളുടെ കാർട്ടൂൺസിലും അതുപോലെ തന്നെ സീരിയൽസിലൊക്കെ വൈറ്റൊക്കെ ആയിട്ടാണ്, ബ്ലൂവും വൈറ്റും ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഐ ഡോണ്ട് നോ, ശരിക്കും എല്ലാവരും വെസ്റ്റേണൈസ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജീസാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു മോഡേൺ കൾച്ചറിൽ ആ ഒരു എനർജീസ്, ആ ഒരു കൃഷ്ണൻ, ആ ഒരു ശരിക്കും എക്സാക്ട്ലി ക്യൂട്ടായിട്ടുള്ള ലൈക്ക് ചില കാർട്ടൂൺസിലൊക്കെ ലിറ്റിൽ കൃഷ്ണ എന്നൊക്കെ ഉള്ളൊരു കാർട്ടൂൺസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഭയങ്കരമായിട്ടും കൃഷ്ണനെ ഭയങ്കരമായിട്ടും ക്യൂട്ടാക്കി. ആക്ച്വലി ഹീ ഈസ് നോട്ട് ക്യൂട്ട്, ഹീ ഈസ് ഗോഡ്. ആള് ഗോഡാണ്. ഒരിക്കലും ക്യൂട്ടായിട്ടുള്ള ഒരു ഒരു ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹീറോ എനർജീസ് അല്ല ആള്. ശരിക്കും എക്സാക്ട്ലി അതൊരു ഗോഡാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഓഫ് കോഴ്സ് ആ ഒരു വ്യക്തി വളരെ അട്രാക്റ്റീവ് ആണ് ഇറ്റ് സെൽഫ്. ആ ഒരു നെയിം തന്നെ അട്രാക്റ്റഡ് ആണ്. ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷനും ഫുള്ളും നമുക്ക് ആ ഒരു എക്സാക്റ്റ് ആ ഒരു കൃഷ്ണൻ്റെ ആ സ്കിൻ ടോൺ, ആ ഒരു വ്യക്തിയുടെ ആ ഒരു എനർജീസ്, അത് ആ ഓറയൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ശരിക്കും എക്സാക്ട്ലി കൃഷ്ണൻ്റെ കളർ ഡാർക്കാണ് കേട്ടോ, ഡാർക്ക് സ്കിൻ ടോൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത്. ശരിക്കും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയുള്ള ഒരു ചാരുതയുള്ള ഒരു വ്യക്തിയാണ്. എക്സാക്ട്ലി ഡോൾഫിൻ ലൈക്ക് കമ്മൽ, അങ്ങനെയുള്ള ഡോൾഫിൻ ലൈക്ക് റിങ്സും, അതുപോലെ തന്നെ ഗ്രാസ് ഫ്ലവേഴ്സ് ഇല്ലേ അതും, പിന്നെ ഒരു നമ്മളുടെ എന്താണ് മുള കൊണ്ടിട്ടുള്ള ഫ്ലൂട്ടും പ്ലസ് യെല്ലോ ധോത്തിയുമാണ് ആൾ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. എക്സാക്ട്ലി കറക്റ്റ് കൃഷ്ണൻ്റെ ഒരു എനർജി അതാണ്. ബ്ലൂവോ അല്ലെങ്കിൽ ഫെയറോ ഒന്നും ആളായിരുന്നില്ല ശരിക്കും. ഐ ഡോണ്ട് നോ അതെന്തൊരു കൺസെപ്റ്റ് ആണെന്ന് എനിക്കറിയില്ല എക്സാക്ട്ലി. ബട്ട് ഹീ ഈസ് ആക്ച്വലി ഗോഡ്. ഒരു ഗ്രന്ഥത്തിൽ ഒരു ടൈം ലൈക്ക് ക്രിസ്തു വന്ന ടൈമിലും ക്രിസ്തു പറഞ്ഞിട്ടില്ല ക്രിസ്തു ഗോഡാണെന്ന് പറഞ്ഞിട്ടില്ല. ഹീസ് എ മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞത്. എഗെയിൻ ബാക്കിയുള്ള എല്ലാ ബുദ്ധ വന്നു അല്ലെങ്കിൽ അതിനു മുമ്പ് വന്നിട്ടുള്ള ഒരു എനർജീസും പറഞ്ഞിട്ടില്ല ഇറ്റ്സ് സെൽഫ് ദേ ഗോഡ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ആം ഗോഡ് അല്ലേ, ഞാനാണ് ഗോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓർത്തോണം ആ ഒരു ഡിവൈൻ എനർജി അത് എത്രമാത്രം പവർഫുള്ളാണ്. അതൊരു ലിറ്റിൽ ക്യൂട്ട് കൃഷ്ണ പോലെ ആയിരിക്കുമെന്ന്, അത്രയും മാഗ്നറ്റിക് ആയിട്ടുള്ള ഇറ്റ് സെൽഫ് ഹീസ് എ ഗോഡ് ഗൈസ്, ഗോഡാണ്. അപ്പം ആളുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, അതൊരു ലിറ്റിൽ ബേബി അല്ലെങ്കിൽ ഒരു ലിറ്റിൽ കൃഷ്ണ, അതൊരു ക്യൂട്ടി ആയിട്ടുള്ള ഒരു കുഞ്ഞു കൊച്ചെന്നുള്ള രീതിക്ക് അതിനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല ആ ഒരു എനർജീസിനെ. ഓക്കെ, എക്സാക്ട്ലി എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ റിലീജിയസ് ഒക്കെ ആവുന്നത് നല്ലതാണ്. പക്ഷേ എങ്കിൽ എക്സാക്ട്ലി ആ ഒരു എനർജി എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിനെ കൂടുതലായിട്ടും ഡിവോഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ടും ബ്ലെസ്സിങ്സ് ആയിരിക്കും ലൈഫിൽ. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ഞാനത്ര വലിയൊരു റിലീജിയസ് ആയിട്ടുള്ള, ഐ എം നോട്ട് എ റിലീജിയസ് പേഴ്സൺ ബട്ട് സ്പിരിച്വൽ ആണ്. നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ചില ട്രൂത്ത്സുകൾ കിട്ടുന്നുണ്ടാവും. അതാണ് നമ്മൾ ദൈവത്തെ അന്വേഷിച്ചൊക്കെ നമ്മൾ പോകാമെന്ന് പറയില്ല, അതാണ് ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നുള്ളത്. അല്ലാതെ റിലീജിയസ് ആയിട്ടുള്ളതെല്ലാം സ്പിരിച്വാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ എക്സാക്ട്ലി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പ്രേയേഴ്സ് ചെയ്യുക, തർക്കിക്കാൻ നിൽക്കുക, സംസാരിക്കുക. എന്നോടാരും തർക്കിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും എക്സാക്ട്ലി ആളുടെ ഒരു കളറ് അതാണ്. പക്ഷെ എന്തോ എനിക്കറിയില്ല, ഇപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ബ്ലൂ ആയിട്ടൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എക്സാക്ട്ലി ആളതല്ല, ആളുടെ കളർ അതല്ല. ആളുടെ ആ ഒരു ബ്യൂട്ടി ഒരിക്കലും ഒരു ഇതിൽ ശില്പത്തിൽ കൊത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളതല്ല. എക്സാക്ട്ലി അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഓറയാണ് ആളുടെ. ലൈക്ക് ഹീ ഈസ് നോട്ട് എ ചൈൽഡ്, നോട്ട് എ ക്യൂട്ട് ചൈൽഡ്, ഒരു ബാഡ് ഗായ് അല്ലെങ്കിൽ ഒരു ബാഡ് ഹീറോ, ഒരു ഹീറോ മൈൻഡ് സെറ്റ് അല്ലാതെ ആൾക്ക്.
ആക്ച്വലി ഹീസ് എ ഗോഡ്. എക്സാക്ട്ലി ഹീസ് എ ഗോഡ്. താങ്ക് യു.